ഒരു മെർച്ചന്റ് നേവി ക്യാപ്റ്റനായാൽ എത്ര സമ്പാദിക്കാം? കടലിലെ ആ കൂറ്റൻ കപ്പൽ നിയന്ത്രിക്കാൻ എന്താണ് വേണ്ടത്? പ്രായം 18. തുടക്കം. BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ്. ചാർട്ടുകളും മാപ്പുകളും നാവിഗേഷൻ പാഠങ്ങളും മാത്രം ലോകം. സാലറി 0 രൂപ. പ്രായം 21. ഡെക്ക് കേഡറ്റ്. ആദ്യമായി കപ്പലിലേക്ക്. ട്രെയിനി ഓഫീസർ. ആകാശത്തോളം പോന്ന തിരമാലകളും കഠിനമായ കടൽ ചുമയും. ഡെക്ക് വൃത്തിയാക്കൽ മുതൽ കഠിനമായ ശാരീരിക അധ്വാനം വരെ. സാലറി സ്റ്റൈപ്പൻഡ് 25,000 രൂപ മുതൽ 45,000 രൂപ വരെ. പ്രായം 23. തേർഡ് ഒഫീഷ്യൽ. ആദ്യ പ്രൊമോഷൻ. കപ്പലിലെ സുരക്ഷാ സജ്ജീകരണങ്ങളുടെ ചുമതല. കപ്പലിന്റെ നാവിഗേഷൻ വാച്ചിൽ ആദ്യമായി നീ പങ്കാളിയാകുന്നു. സാലറി 1.5 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ പ്രതിമാസം. പ്രായം 25. സെക്കൻഡ് ഒഫീഷ്യൽ. നാവിഗേഷൻ ഓഫീസർ. കപ്പലിന്റെ റൂട്ട് പ്ലാൻ ചെയ്യേണ്ടത് നീയാണ്. ഒരു ചെറിയ പിഴവ് പോലും വലിയ അപകടമുണ്ടാക്കാം. മാസങ്ങളോളം ഫോൺ നെറ്റ്വർക്ക് പോലുമില്ലാത്ത ജീവിതം. സാലറി 3 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ പ്രതിമാസം. പ്രായം 29. ചീഫ് ഒഫീഷ്യൽ. കാർഗോ ലോഡിംഗും ഡെക്കിന്റെ മുഴുവൻ നിയന്ത്രണവും നിന്റെ കൈകളിൽ. ക്യാപ്റ്റൻ കഴിഞ്ഞാൽ കപ്പലിലെ അടുത്ത അധികാരി. ഉറക്കമില്ലാത്ത രാത്രികൾ. കഠിനമായ ഉത്തരവാദിത്തം. സാലറി 5.5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ പ്രതിമാസം. പ്രായം 34. ക്യാപ്റ്റൻ. നീ ഇപ്പോൾ ആ കൂറ്റൻ കപ്പലിന്റെ രാജാവാണ്. കോടിക്കണക്കിന് രൂപയുടെ ചരക്കുകളുടെയും മനുഷ്യജീവനുകളുടെയും പൂർണ്ണ ചുമതല. കൊടുങ്കാറ്റും പ്രതിസന്ധികളും വെട്ടിത്തുറന്ന് കടലിലെ നിന്റെ വാക്കിനെ നിയമമാക്കി നീ കപ്പലിനെ നയിക്കുന്നു. സാലറി 9 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിമാസം.